നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചിവിറ്റ കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി. പനങ്കയം സ്വദേശി അലിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയത്. കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കാഞ്ഞിരപ്പുഴ വനത്തിൽ പ്രതി കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്നത്. ഷംസീർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? സ്നേഹ, 2024 ജനുവരി 18-ാം തീയതിയാണ് ഇദ്ദേഹം കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന ശേഷം വിൽപ്പന നടത്തുന്നത്. ഈ കേസിലാണ് അലി പാത്തൂരൻ എന്ന വ്യക്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇദ്ദേഹം ഹാജരായത്. ഒപ്പം തന്നെ വെടിവെക്കാൻ ഉപയോഗിച്ച കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച നാടൻ തോക്കും ഇയാൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ 11 പ്രതികളെ ഈ കേസിൽ പിടികൂടിയിരുന്നു. ഇറച്ചി വെട്ടാനും വിൽപ്പനയ്ക്കുമൊക്കെ സഹായിച്ച പ്രതികളെ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഈ ഒരു വർഷം കാലയളവിൽ ഇയാൾ ഇപ്പോൾ മുഖ്യപ്രതി പിടികൂടിയ അലി കർണാടകയിൽ ഒളിവിലായിരുന്നുവെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒടുവിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്.